എന്തൊരു ചൂടാ! വരൾച്ചയാണല്ലോ വരുന്നത്. കുടിക്കാൻ വെള്ളം കിട്ടാതായ നമ്മൾ എന്തു ചെയ്യും? നമ്മളിനി ഇവിടെ നിൽക്കുന്നത് അപകടമാണല്ലോ മോനെ. കാട്ടിനുള്ളിൽ വെള്ളം വറ്റാത്തൊരു തടാകമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? കുഞ്ഞേ, അമ്മ പറയുന്നൊന്ന് കേക്ക്. ഇപ്പൊ പോയിട്ട് മഴക്കാലം എത്തുമ്പോ നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. എന്താ? പിണങ്ങല്ലേ കുഞ്ഞേ? ഞാൻ ഇപ്പൊ പോയി കഴിക്കാൻ എന്തേലും കൊണ്ടുവരാം. മോനി ഇവിടെ തന്നെ ഇരിക്കണേ. എടുത്തോളൂ. കാത്തുവിനും കിട്ടുവിനും എന്റെ വക സമ്മാനം. നന്ദിയുണ്ട് കൊക്കമ്മാവ. വരൾച്ച ഇങ്ങ് എത്തിയെന്ന് തോന്നുന്നു. ചൂട് നന്നായിട്ടുണ്ട്. വെള്ളവും വറ്റിത്തുടങ്ങി. കുടിക്കാൻ പോലും വെള്ളം കിട്ടാതായ പിന്നെ എന്തു ചെയ്യും? ഞങ്ങള് തൽക്കാലം കാട്ടിനുള്ളിൽ വെള്ളമുള്ള ഒരിടത്തേക്ക് പോവാ. അതേതായാലും നന്നായി. ഇവിടെ മീൻ പോലും കുറവാണ്. ഏതായാലും കുഞ്ഞൂസിന് കൊടുക്കാൻ ഞാനൊരു ഞണ്ടിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താ, എടുത്തോ. വലിയ ഉപകാരം കൊക്കമ്മാവ. എന്നാ ഞാൻ പോട്ടെ. കുഞ്ഞൊറ്റയ്ക്കേ ഉള്ളൂ. കുഞ്ഞേ, കുഞ്ഞേ, മോനെ നീ എവിടാ? ഇനി കാത്തൂന്റെ അടുത്തേക്ക് പോയി കാണൂ. ബഹളം വെക്കാതെ പിള്ളേരെ. അത് അവന്റെ കളിപ്പാട്ടമല്ലേ, അതങ്ങ് കൊടുക്ക. കാത്തു, എന്നാ നിന്റെ കളിപ്പാട്ടം? ഞങ്ങൾ കളിക്കാൻ പോവാ. വാ അപ്പു. അമ്മേ, ദേ അച്ഛൻ വന്നു. ആ, എന്താ വൈകിയേ? പുഴയിലെ വെള്ളമൊക്കെ വറ്റിത്തുടങ്ങി. ആ പിന്നെ ഞാനേ കുഞ്ഞൂസിന്റെ അമ്മയെ കണ്ടിരുന്നു പുഴക്കരയിൽ വെച്ച്. ആഹാ, എന്തു പറഞ്ഞു? കുഞ്ഞൂസിന് സുഖമാണോ? വരൾച്ച കഴിയും വരെ അവരിവിടം വിട്ടു പോവുകയെന്ന്. അയ്യോ, എങ്ങോട്ട്? കാട്ടില് വെള്ളമുള്ള ഒരിടത്തേക്ക്. അമ്മേ അമ്മേ, ഞങ്ങൾ കുഞ്ഞൂസിനെ ഒന്ന് പോയി കണ്ടോട്ടെ. കാത്തു, കാത്തു, എന്റെ കുഞ്ഞിങ്ങോട്ട് വന്നോ? അയ്യോ ഇല്ല, എന്ത് പറ്റി? അവൻ ഇത് എവിടെ പോയി? വീട്ടിലും ഇല്ല. വിഷമിക്കാതെ, നമുക്ക് നോക്കാന്നേ. അവൻ എങ്ങും പോയി കാണില്ല. ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. അച്ഛാ, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. ആ, സൂക്ഷിച്ചു പോയിട്ട് വാ കേട്ടോ. വാ, നമുക്കൂടി പോവാം. നോക്ക്, അതാ കുറുക്കൻ കുഞ്ഞല്ലേ? ആ കുഞ്ഞേ, അവിടെ നിക്ക്. ഏയ് നിക്ക്, ചോദിക്കട്ടെ, ഓടാതെ. ചോദിക്കട്ടെന്ന്, ഓടല്ലേ. എന്റെ കൈ. ആ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. കുഞ്ഞേ, ഇറങ്ങി വാ. പേടിക്കണ്ട, ഞങ്ങളൊന്നും ചെയ്യൂല. പഠിച്ച കള്ളനാ, അവനിറങ്ങി വരില്ല. എന്റെ കൈ. അന്നവനെ എന്റെ വാലിൽ കടിച്ചിട്ട് ഓടിയതാണ്. പിന്നെ കാണുന്നത് ഇപ്പോഴാ. നല്ലൊരു വഴക്ക് പോലും കൊടുക്കാൻ പറ്റിയില്ല. പോട്ടെന്നേ, അവൻ കുഞ്ഞല്ലേ. നമുക്ക് ഇപ്പൊ പോവാ. വാ. കാത്തു, നിങ്ങളെന്താ ഈ വഴി? ഞങ്ങൾ കുഞ്ഞൂസിനെ നോക്കി വന്നതാ. കുഞ്ഞൂസോ? അതാരാ? അതൊരു കുറുക്കൻ കുഞ്ഞാ. ഓ, എന്താ, കുഞ്ഞൂസിനെ കണ്ടോ? അയ്യോ, അവൻ എവിടെ? അവനൊരു പാവമാ. അന്ന് അവന്റെ ചങ്ങാതിയായ ഊന്തിനെ രക്ഷിക്കാനാ അവൻ ചേട്ടനെ കടിച്ചത്. ഏയ്, അവനെ ഞങ്ങളൊന്നും ചെയ്തില്ല. അവൻ നിങ്ങളെ കൂട്ടുകാരനാണല്ലേ? ആ, നിങ്ങള് കുഞ്ഞൂസിനെ എവിടെയാ കണ്ടത്? ദോ, ആ കാണുന്ന പാറയിടുക്കി. അവനെ ഞങ്ങളെ കണ്ട് പേടിച്ച് കയറിയതാ.
ഞങ്ങൾ വിളിച്ചിട്ടൊന്നും ഇറങ്ങുന്നില്ല. കാത്തു, കണ്ടൻ. ഇനി എന്ത് ചെയ്യൂ അപ്പു? കുഞ്ഞുസിനെ എങ്ങനെ രക്ഷിക്കും? ദേ കണ്ടൻ പോയി. കാത്തോ, വെറുതെ അല്ല കണ്ട സ്ഥലം വിട്ടത്. അമ്മേ, കുഞ്ഞുസ പാറയിടുക്കിലുണ്ട്. ആണോ? ഹോ, ആശ്വാസമായി. കുഞ്ഞേ, ഇങ്ങ ഇറങ്ങി വാ. കുഞ്ഞേ, മോനെ, അമ്മയെ വിളിക്കുന്നേ. ദേ നോക്ക്, കൂട്ടുകാരെല്ലാം ഇവിടെയുണ്ട്. മോൻ ഇങ്ങ ഇറങ്ങി വന്നേ. കുഞ്ഞൂസേ, പുറത്തേക്ക് വാ. അവൻ എന്താ പുറത്തേക്ക് വരാത്തെ? ചിലപ്പോ ഇവിടം വിട്ടു പോകുന്നതിന്റെ സങ്കടാവും. കുഞ്ഞേ, നീ എന്തിനാ എന്നോട് പിണങ്ങുന്നേ? കുഞ്ഞുസേ, ചേച്ചി പറയുന്ന നീ കേക്കില്ലേ? അമ്മ പറഞ്ഞത് സത്യമല്ലേ? വെള്ളം കിട്ടാതെ നമ്മൾ എങ്ങനെ കഴിയും? ചേച്ചിയല്ലേ വിളിക്കുന്നേ? ഇറങ്ങി വാ. വരൾച്ചയൊക്കെ മാറുമ്പോ തിരിച്ചു വരാലോ. മോനെ, അമ്മേ, ഇന്നൊരു ദിവസം കുഞ്ഞൂസിനെ ഞങ്ങളുടെ കൂടെ വിടാവോ? അതിനെന്താ, നിന്നോട്ടെ. കുഞ്ഞൂസേ, സന്തോഷത്തോടെ വേണം നാളെ പോവാൻ. മഴക്കാലം വൈകാതെ വരും. അപ്പൊ രണ്ടാളും തിരിച്ചു വന്നേക്കണം. ഹായ് കുഞ്ഞൂസേ. കുഞ്ഞൂസേ. അവരുടെ സന്തോഷം കണ്ടില്ലേ? തീവണ്ടി കൂകിപ്പായും തീവണ്ടി തീവണ്ടി കൂകിപ്പായും തീവണ്ടി കൽക്കരി തിന്നും തീവണ്ടി വെള്ളം മോന്തും തീവണ്ടി 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 കൂകിപ്പായും തീവണ്ടി 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 കൽക്കരി തിന്നും തീവണ്ടി വെള്ളം മോന്തും തീവണ്ടി തീവണ്ടി.
ഇതുപോലെ അനങ്ങാതിരുന്ന് വായിച്ചോണം. അമ്മേ, ശ്ശോ, ഇവന്മാരെ കൊണ്ട് തോറ്റു. ബാനു, ബബ്ലു, അമ്മേന്റെ ക്യൂബ്. എടാ നിക്കാൻ അവിടെ. ബബ്ലു കേറ് കേറ്. ഇതാ പിടിച്ചോ. ഇതാ പിടിച്ചോ. ഞാൻ ആദ്യം എടുത്തേ. അയ്യോ അത് പൊട്ടും അമ്മേ. ശ്ശോ, എന്താ അവിടെ? ദേ, ഞാനിങ്ങോട്ട് വന്നോണ്ടല്ലോ. അമ്മേന്റെ അബാക്കസ്, അതിന്റെ മുത്തെല്ലാം പോയി. ഈ ബാനുവാ. ഞാനല്ല, ഈ ബബ്ലുവാ. രണ്ടുപേരും ഇങ്ങ് വന്നേ. ദേ, തറയിൽ കിടക്കുന്ന എല്ലാ മുത്തും പെറുക്കി ഇതിൽ ഇട്ടോണം. ഇല്ലെങ്കിൽ നോക്കിക്കോ. ആ, എന്തോ ചെയ്യും? ഷോ. ബബ്ലു, ഞാൻ ചോപ്പ് എടുക്കാം, നീ പച്ച എടുത്തോ. നിനക്ക് അങ്ങനെ തന്നെ വേണം. അമ്മേ, ഞങ്ങൾ പെറുക്കി വെച്ചു. ഇങ്ങനെയാണോ ഇത് അടുക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്. ഓരോ കമ്പിയിലും ഓരോ നിറത്തിലുള്ള മുത്ത് വേണം. ഇതിൽ ചുവപ്പ്, ഇതിൽ കറുപ്പ്, ഇതിൽ പച്ച. ഇപ്പൊ മനസ്സിലായോ? ആ, വേഗം അടുക്കി വെക്ക. ഹോ, വേണ്ടായിരുന്നു. എനിക്ക് വിശക്കുന്നു. ആഹാ, കൊള്ളാലോ. രണ്ടുപേരും വന്ന് കാപ്പി കുടിക്കാം. ഇനി ചേച്ചിയുടെ സാധനങ്ങൾ ചീത്തയാക്കിയ ഇതായിരിക്കില്ല ശിക്ഷ, കേട്ടോ? അതെ, ആഹാരം കഴിച്ചിട്ട് രണ്ടുപേരും കൂടി അമ്മയ്ക്ക് കുറച്ച് കൂൺ പറിച്ചോണ്ട് വാ. പിന്നെ ദൂരത്തെങ്ങും പോവരുത്. ബബ്ലു, നമുക്ക് നാ വഴി പോവാം. ആ, ശരി ശരി. അയ്യോ അയ്യോ അമ്മേ, അയ്യോ അയ്യോ. വണ്ടി കയ്യിന്ന് വിട്ടുപോയതാ. ആണോ? എന്നാ രണ്ടുപേരും കൂടി ആ പച്ചക്കറിയൊക്കെ ഒന്ന് വാരി വെച്ചേ. അമ്മാ, അയ്യോ. കൊള്ളാലോ, നിങ്ങൾ മിടുക്കന്മാർ തന്നെ. ഇങ്ങനെ എല്ലാം തരംതിരിച്ചു വയ്ക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഇനി ഞങ്ങൾ പോട്ടെ. വളരെ ഉപകാരം. ശരി. അയ്യോ, കൂണുകളൊന്നുമില്ലല്ലോ. പക്ഷെ ആ കഴുതച്ചേണ്ട വണ്ടിയില് ഒത്തിരി കൂണുണ്ടായിരുന്നു. അമ്മയോട് എന്തു പറയും? ആഹാ, രണ്ടുപേരും എവിടെ ആയിരുന്നു? എന്താ ഇത്രയും താമസിച്ചേ? അല്ല, കൂണൊന്നും പറിച്ചില്ലേ? കൂണൊന്നും കിട്ടിയില്ല. നിങ്ങളാണോ ആ കഴുതച്ചേട്ടന്റെ വണ്ടി തള്ളിയിട്ടത്? ഇനി വന്നേ.
പക്ഷെ ഞങ്ങളെല്ലാം പറക്കി വെച്ചല്ലോ. നിങ്ങൾ പച്ചക്കറിയൊക്കെ നന്നായി അടുക്കി വെച്ചെന്ന് കഴുതച്ചേട്ടൻ പറഞ്ഞു. അതിന് നിങ്ങൾക്കുള്ള സമ്മാനമായിട്ട് നിറയെ കൂണും തന്നു. ദാ അമ്മയുടെ സമ്മാനം. ഉമ്മ. ഉമ്മ. അമ്മ തന്നെയാണല്ലോ ഞങ്ങളെ അത് പഠിപ്പിച്ചേ. ആണോടാ? വരവായി കാത്തു കുഞ്ഞു മനസ്സിൽ കരയും ചിരിയും പകരാനായി. വരവായി കാത്തു കുഞ്ഞു മനസ്സിൽ കരയും ചിരിയും പകരാനായി. അരികത്തെത്തും പൊന്നു മലയാൾ കുരുന്നു തോഴി ചെറുകാത്തു. ഓ ഓ വരവായി കാത്തു കുഞ്ഞു മനസ്സിൽ കരയും ചിരിയും പകരാനായി. കാറ്റു ചിരിച്ചു കാത്തു വേഗം കാണുക വന്നീ കിന്നാരം. ഞാവു പാടി നടക്കും വഴി കേൾക്കുക വന്നീ പുന്നാരം. കാറ്റു ചിരിച്ചു കാത്തു വേഗം കാണുക വന്നീ കിന്നാരം. ഞാവു പാടി നടക്കും വഴി കേൾക്കുക വന്നീ പുന്നാരം. വരവായി കാത്തു കുഞ്ഞു മനസ്സിൽ കരയും ചിരിയും പകരാനായി. കറുകപ്പുല്ലിൻ തുമ്പിൽ മിന്നും കനകം കണ്ടു കാട്ടൂരി. നനുത്ത കുളിരിൽ തുള്ളിച്ചാടി കളിച്ചു നീങ്ങാൻ വായോ നീ. കറുകപ്പുല്ലിൻ തുമ്പിൽ മിന്നും കനകം കണ്ടു കാട്ടൂരി. നനുത്ത കുളിരിൽ തുള്ളിച്ചാടി കളിച്ചു നീങ്ങാൻ വായോ നീ. വരവായി കാത്തു കുഞ്ഞു മനസ്സിൽ കരയും ചിരിയും പകരാനായി. ഉലകം ചൊല്ലി ചിരിച്ചു നീങ്ങും പുഴയുടെ താളം കേട്ടോ നീ. വിരിഞ്ഞ പൂവിൻ ചന്തം നോക്കി ചിരിച്ചു നീങ്ങി ചെറുകാത്തു. ഉലകം ചൊല്ലി ചിരിച്ചു നീങ്ങും പുഴയുടെ താളം കേട്ടോ നീ. വിരിഞ്ഞ പൂവിൻ ചന്തം നോക്കി ചിരിച്ചു നീങ്ങി ചെറുകാത്തു. വരവായി കാത്തു കുഞ്ഞു മനസ്സിൽ കളിയും ചിരിയും പകരാനായി. അരികത്തെത്തും പൊന്നു മലയാൾ കുരുന്നു തോഴി ചെറുകാത്തു. ഓ ഓ നാനന്നാനാ 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 നാനന്നാനാ. വെള്ളരിക്ക പട്ടണത്തിലെ മഹാരാജാവ് നാട് നീങ്ങി. ദുഃഖാചരണം 1 മാസത്തോളം നീണ്ടുനിന്നു.
അത് കഴിഞ്ഞപ്പോൾ രാജമാതാവും പരിവാരങ്ങളും പുതിയ രാജാവിനെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി. കാരണം മഹാരാജാവിന് അനന്തരാവകാശികൾ ആരുമില്ലായിരുന്നു. രാജമാതാവിന്റെ ആജ്ഞപ്രകാരം മന്ത്രി അതിനായി ഒരു ഋഷിവര്യനെ സമീപിച്ചു. കുറച്ചുനേരം ധ്യാനിച്ച ശേഷം അദ്ദേഹം മന്ത്രിക്കൊരു ഉപായം പറഞ്ഞുകൊടുത്തു. വായുവിനെയും അഗ്നിയെയും ജലത്തെയും ഒരുപോലെ മെരുക്കാൻ കഴിയുന്ന ഒരുവനാണ് വെള്ളരിക്കാപട്ടണത്തിലെ രാജാവാകാൻ സർവ്വഥാ യോഗ്യൻ. അങ്ങനെ ഒരാൾ ഈ നാട്ടിൽ തന്നെയുണ്ട്. അയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക. മന്ത്രി ഇക്കാര്യം രാജമാതാവിനെ അറിയിച്ചു. ഋഷി പറഞ്ഞ കഴിവുകളുള്ള ആളെ കണ്ടെത്താനായി നാട് മുഴുവൻ തിരയാൻ രാജമാതാവ് ഉത്തരവിട്ടു. രാജകിങ്കരന്മാർ ഇത് രാജ്യമെല്ലാം വിളംബരം ചെയ്തു. രാജമാതാവ് തിരുമനസ്സുകൊണ്ട് വെള്ളരിക്കാപട്ടണത്തിലെ പ്രജകളുടെ അറിവിലേക്കായി അരുളി ചെയ്യുന്നതെന്തെന്നാൽ, വായുവിനെയും അഗ്നിയെയും ജലത്തെയും ഒരുപോലെ മെരുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായി രാജസദസ്സിലെത്തേണ്ടതാണ്. കഴിവുകൾ തെളിയിക്കുന്ന പക്ഷം അയാളെ വെള്ളരിക്കാപട്ടണത്തിലെ മഹാരാജാവായി വാഴിക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. പ്രജകൾ ഇത് കേട്ട് ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും കയ്യിൽ കിട്ടിയ അവസരമോർത്ത് ആഹ്ലാദിച്ചു. അങ്ങനെ രാജാവാകാൻ കൊതിച്ച പലരും വായുവിനെയും തീയെയും വെള്ളത്തെയും മെരുക്കാനുള്ള ശ്രമം തുടങ്ങി. മിക്കവരും ശ്രമം പാതി വഴിയിൽ തന്നെ ഉപേക്ഷിച്ചു. ശേഷിച്ചവർ ഒടുവിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതേസമയം വീരുവാകട്ടെ ചിത്രാംഗതന്റെ വീട്ടിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി അവിടുത്തെ ഇളയ മകനായി വളർന്നു വന്നു. ഒരു ദിവസം കുട്ടികൾ ഒളിച്ചു കളിക്കുകയായിരുന്നു. ചായം മുക്കാൻ ഉപയോഗിക്കുന്ന സാമാന്യം വലിയൊരു കലത്തിനുള്ളിലാണ് വീരു ഒളിക്കാൻ കയറിയത്. അപ്പോഴാണ് അതുവഴി ഒരു കള്ളൻ പതുങ്ങി പതുങ്ങി വന്നത്. കള്ളന് വലിയ കലം കണ്ടപ്പോൾ കലശലായ മോഹം തോന്നി. വീരു അകത്തുണ്ടെന്നറിയാതെ കള്ളൻ കലവും കൊണ്ട് കടന്നു കളഞ്ഞു. അയ്യോ, ഇതിനകത്തെന്താ ഒരു തട്ടുമുട്ടും? അയ്യോ, ചിലപ്പോൾ പാമ്പായിരിക്കും. ഉരുണ്ടുപോയ കലം ഒരു മുണ്ടിൽ കുരുങ്ങി അടുത്തുള്ള പൊന്തയിൽ തട്ടി നിന്നു. പൊന്തയ്ക്കുള്ളിൽ മയങ്ങുകയായിരുന്ന ഒരു പുലി മുണ്ടിനുള്ളിലെ അനക്കം കണ്ടപ്പോൾ അടുത്ത് വന്ന് പരിശോധിച്ചു. ഓ, ഇതിനകത്തേതെങ്കിലും മണ്ടൻ ജീവി പെട്ടിട്ടുണ്ടാവും. ഇന്നത്തേക്ക് കുശാലായി. പുലി അതിനെ കടിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി. അയ്യോ, കാട്ടുതീ! എന്റെ കുഞ്ഞുങ്ങൾ! തീഗോളമായി ഉരുണ്ടുപോയ കലം ചെന്ന് വീണത് ഒരരുവിയിലായിരുന്നു. അരുവിയിലൂടെ ഒഴുകിയ കലം ഒരു വെള്ളച്ചാട്ടത്തിൽ പതിച്ചു. വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന കലം ഒരു പാറയിൽ തട്ടി ചിതറി. പാറയിൽ പിടിച്ചു കയറിയ വീരുവിനെ ഒരു പരുന്ത് റാഞ്ചി കൊണ്ടുപോയി. ആകാശസഞ്ചാരം
വീരുവിന് നന്നായി ഇഷ്ടപ്പെട്ടു. അവൻ സാഹസികമായി പരുന്തിന്റെ പുറത്ത് കയറി പറ്റി. എന്നാൽ പരുന്തിനാകെ വെപ്രാളമായി. പോരാത്തതിന് പ്രതീക്ഷിച്ചതിലേറെ ഭാരവും. എങ്ങനെയും കുട്ടിയെ താഴെയിടാനായി പരുന്ത് ശ്രമിച്ചു. വീഴാതിരിക്കാനായി നമ്മുടെ വീരുവും. വീരുവിനെ അന്വേഷിച്ച് വീട്ടുകാരും രാജാവിനെ കിട്ടാതെ വലഞ്ഞ മന്ത്രിയും പരിവാരങ്ങളും അപ്പോൾ ഋഷിവര്യന്റെ അടുത്തെത്തിയിരുന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം അദ്ദേഹത്തിനുണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. കാര്യങ്ങളെല്ലാം ജ്ഞാനദൃഷ്ടി കൊണ്ടറിഞ്ഞ ഋഷി വീരുവാണ് രാജാവാകാൻ സർവഥാ യോഗ്യനെന്ന് തിരിച്ചറിഞ്ഞു. ചിത്രാംഗദനും കുടുംബവും വീരുവിനുണ്ടായ ഭാഗ്യത്തിൽ അതിയായി സന്തോഷിച്ചു. അങ്ങനെ വീരു വെള്ളരിക്ക പട്ടണത്തിലെ പുതിയ രാജാവാകാനായി കൊട്ടാരത്തിലേക്ക് യാത്രയായി. ചക്കിപ്പട്ടി എന്തോ കണ്ട് കുറയ്ക്കുക. അയ്യോ, എനിക്ക് പേടിയാവുന്നു. ഹായ്, ഒരു പൂമ്പാറ്റ. നല്ല ഭംഗി. ഞാനും ഈ പൂമ്പാറ്റയ്ക്കൊപ്പം കളിക്കാൻ പോവുക. ഹായ്, പൂമ്പാറ്റ പൂക്കളെ ഉമ്മ വയ്ക്കുക. ഞാനും പൂക്കളെ ഉമ്മ വയ്ക്കും. ഹായ്, നല്ല മണം. ഇതും കൊള്ളാം. ഇനി ഇതോ? ഇത് പൂവല്ല, തീർച്ച. അയ്യോ, ഇതൊരു പുഴുവാണല്ലോ. എന്താ പൂപ്പി, നിനക്ക് എന്ത് പറ്റി? അയ്യോ കാക്കമ്മേ, ഇതിലൊരു പുഴു. എനിക്ക് പേടിയാവുന്നു. നീ ഒരു മണ്ടൻ തന്നെ. അതിനെ കണ്ട് നീ പേടിക്കണ്ട. ആ പുഴു തന്നെയാണ് ഭംഗിയുള്ള ചിത്രശലഭമാകുന്നത്. എന്നിട്ടോ? ദേ, ആ ഇലയിലേക്ക് നോക്ക്. അവിടെ കണ്ടോ ഒരു ചിത്രശലഭം? അത് ആ ഇലയിൽ മുട്ടയിടുകയാണ്. മുട്ടയിൽ നിന്നാണ് ഇവനെ പോലുള്ള പുഴു ഉണ്ടാകുന്നത്. അതാ ആ ഇലയിൽ ഒരു പ്യൂപ്പ കണ്ടോ? ഈ പുഴുവും അതുപോലൊരു പ്യൂപ്പയ്ക്കുള്ളിൽ സമാധിയാകും. എന്നിട്ടോ? എന്നിട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ ഭംഗിയുള്ള ചിത്രശലഭമായി പുറത്തുവരും. ഹായ്, കൊള്ളാമല്ലോ. നീ ഒരു മിടുക്കൻ തന്നെ. ഹായ്, കാക്കമ്മ പറഞ്ഞത് ശരിയാ. അതാ പ്യൂപ്പയിൽ നിന്നും ചിത്രശലഭം. എന്താ
കളിക്കാൻ പോകാം.